ഹായ് മക്കളെ, അപ്പോൾ ഉറുദുവിൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. സർഗർമി ഏക്ക് ഒന്നാമത്തെ പ്രവർത്തനം. അഞ്ജലി ഖുഷീസെ സ്കൂൾ പഹൂഞ്ചി. അഞ്ജലി സന്തോഷത്തോടെ സ്കൂളിലെത്തി. വഹ് അപ്നെ സ്കൂൾ കെ ബാരെ മേ ഗീത് ഗാനെ ലഗി. അവൾ തൻ്റെ സ്കൂളിനെ കുറിച്ച് പാട്ട് പാടാൻ തുടങ്ങി. കിത്തിന പ്യാര സ്കൂൾ ഹേ മേര. എൻ്റെ സ്കൂൾ എത്ര പ്രിയപ്പെട്ടതാകുന്നു. കിത്തിന ന്യാര സ്കൂൾ ഹേ മേര. എൻ്റെ സ്കൂൾ എത്ര നല്ലതാകുന്നു. ബാഹുമേ അച്ചേ ജൂലേഹേം. തോട്ടത്തിൽ നല്ല ഊഞ്ഞാലുകളുണ്ട്. ബച്ചേ ജൂല ജൂൽത്തേഹേം. കുട്ടികൾ ഊഞ്ഞാലാടുന്നുണ്ട്. സബ മിൽക്കർ ഹം കേൽത്തേഹേം. ഞങ്ങൾ ഒരുമിച്ച് കളിക്കാറുണ്ട്. മൈതാൻ മേ ഹം കേൽത്തേഹേം. ഗ്രൗണ്ടിൽ ഞങ്ങൾ കളിക്കാറുണ്ട്. ഹം സബ് ഉറുദു പഠിത്തേഹേം. ഞങ്ങളെല്ലാവരും ഉറുദു പഠിക്കാറുണ്ട്. ഗീത് ഖുഷീസെ ഗാത്തെ ഹേം. ഞങ്ങൾ സന്തോഷത്തോടെ പാട്ട് പാടാറുണ്ട്. അപ്പോൾ ചോദ്യം വന്നിട്ടുള്ളത് ബച്ചോ ഗീത് ഖോർസെ പഠിയേ. ഈ പാട്ട് ശ്രദ്ധയോടെ വായിച്ച് ഓർ സവാലോം കെ ജവാബ് ലിഖിയേ. താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഏ ഗീത് കിസ്കെ ബാരേ മേ ഹേ. ഏ ഗീത് ഈ പാട്ട് കിസ്കെ ബാരേ മേ എന്തിനെക്കുറിച്ചുള്ളതാകുന്നു അല്ലേ. അപ്പോൾ എന്തിനെക്കുറിച്ചുള്ളതാണ് നമുക്ക് ഈ പാടുമ്പോൾ തന്നെ അറിയാം, സ്കൂൾ അല്ലേ. അപ്പോൾ നമുക്ക് ഒറ്റ വാക്കിൽ സ്കൂൾ എന്ന് ഉത്തരം എഴുതാം. രണ്ടാമതായിട്ട് അവിടെ ഏ ഗീത് കിസ് എന്നുള്ളതാണ് എന്ത് എന്നുള്ളതല്ലേ. എന്ത് അല്ലെങ്കിൽ ഏതിനെക്കുറിച്ച് എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആ കിസ് എന്ന് മാറ്റിയിട്ട് നമുക്ക് അവിടെ എന്ത് ചേർത്ത് കൊടുക്കാം? സ്കൂളിന് ചേർത്ത് കൊടുക്കാം. ഏ ഗീത് സ്കൂൾ കെ ബാരേ മേ ഹേ എന്ന് പൂർണ്ണമായിട്ട് ഉത്തരം എഴുതാം കേട്ടോ. ഇനി ഇവിടെ രണ്ടാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് ബി. സ്കൂൾ കെ ബാരേ മേ ചാർ ജുംലെ ലിഖിയേ. സ്കൂളിനെ കുറിച്ച് ചാർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 2 3 4 4 അല്ലേ. 4 ജുംല എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പദ്യത്തിൽ തന്നെ എടുത്തെഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാട്ടിങ്ങനെ ചൊല്ലി നോക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഓരോരോ സെൻറ്റൻസുകൾ കിട്ടും. നമുക്ക് നോക്കാം. കിത്തിന പ്യാര സ്കൂൾ ഹേ മേര അല്ലേ. എത്ര പ്രിയപ്പെട്ടതാണ് എൻ്റെ സ്കൂൾ. അപ്പോൾ എങ്ങനെയാണ് പറയുക? ആദ്യം എൻ്റെ എന്ന് കിട്ടണം അല്ലേ. അപ്പോൾ എൻ്റെ എന്നുള്ളതിന് എന്താണ്? മേര. രണ്ടാമത് എൻ്റെ സ്കൂൾ, മേര സ്കൂൾ. എത്ര പ്രിയപ്പെട്ടത് എന്നുള്ളതിന് എന്താ പറയുക? കിത്തിന പ്യാര. ആകുന്നു എന്നുള്ളതിന് ഹേ. അപ്പോൾ മേര സ്കൂൾ കിത്തിന പ്യാര ഹേ. അടുത്ത വരി നോക്കാം. കിത്തിന ന്യാര സ്കൂൾ ഹേ മേര. അതെങ്ങനെ ഉണ്ടാക്കുക ഒന്ന് പറഞ്ഞു നോക്ക് അല്ലേ. മേര സ്കൂൾ കിത്തിന ന്യാര ഹേ. ഇനി അടുത്ത വരി വായിച്ചു നോക്കാം. ബാഹുമേ അച്ചേ ജൂലേ ഹേം. തോട്ടത്തിൽ നല്ല ഊഞ്ഞാലുണ്ട് അല്ലേ. അപ്പോൾ തോട്ടത്തിൽ നിന്നുള്ളതിൻ്റെ പകരം എന്തെഴുതാം? മേരെ സ്കൂൾ മേ അല്ലേ. എൻ്റെ സ്കൂളിൽ അച്ചേ ജൂലേ ഹേം. നല്ല ഊഞ്ഞാലുകളുണ്ട്. പിന്നെ അവിടെ ബച്ച എന്നുള്ളിടത്ത് എന്ത് ചെയ്താം? അം ജൂല ജൂൽത്തേ ഹേം. ഞങ്ങൾ ഊഞ്ഞാലാടാറുണ്ട് അല്ലേ. ബച്ച ജൂല ജൂൽത്തേ ഹേം എന്നുള്ളിടത്ത് അം ജൂല ജൂൽത്തേ ഹേം അല്ലെങ്കിൽ മേം ജൂല ജൂൽത്തേ ഹേം എഴുതാം. അടുത്തത് സബ് മിൽക്കർ അം ഖേൽത്തേ ഹേം. മൈതാൻ മേം അം ഖേൽത്തേ ഹേം. സ്കൂൾ കെ മൈതാൻ മേം അം ഖേൽത്തേ ഹേം. സ്കൂളിൻ്റെ മൈതാനത്തിൽ ഞങ്ങൾ കളിക്കാറുണ്ട് എഴുതാം അല്ലേ. സ്കൂൾ മേ അം സബ് മിൽക്കർ ഖേൽത്തേ ഹേം. സ്കൂളിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കളിക്കാറുണ്ട്. അതുപോലെ ലാസ്റ്റ് വരി അം സബ് ഉറുദു പഠിത്തേ ഹേം ഗീത് ഖുഷീസെ ഗാത്തെ ഹേം. സ്കൂൾ മേ അം സബ് ഉറുദു പഠിത്തേ ഹേം. സ്കൂൾ മേ അം ഖുഷീസെ ഗാത്തെ ഹേം അല്ലെ. ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ ഈ പാട്ടിൽ നിന്ന് തന്നെ നമുക്ക് എടുത്തെഴുതാൻ പറ്റൂ കേട്ടോ. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. മേര സ്കൂൾ കിത്തിന പ്യാര ഹേ. മേര സ്കൂൾ കിത്തിന ന്യാര ഹേ. മേര സ്കൂൾ മേം ജൂല ഹേ. അവിടെ മേര സ്കൂൾ മേം എൻ്റെ സ്കൂളിൽ, ജൂല ഹേ. അടുത്ത് മേര സ്കൂൾ മേ മൈതാൻ ഹേ. സർഗർമി ദോ രണ്ടാമത്തെ പ്രവർത്തനം. ബച്ചോ തസ്വീർ ഓർസെ ദേക്കിയേ. ആ ചിത്രങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിച്ച് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തസ്വീർ കെ നീച്ചെ മുനാസിബ് നാം ലിഖിയേ അല്ലെ. ഓരോരോ ചിത്രങ്ങൾക്ക് താഴെയും അതിന് യോജിച്ച പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ജയ്സെ ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അവിടെ എന്താണ് കളിക്കുന്നത്? സറ്റിൽ. അതിൻ്റെ താഴെ എഴുതിയിട്ടുള്ളത് എന്താണ്? സറ്റിൽ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഓരോരോ ഗെയിലിൻ്റെയും പേര് എഴുതണം, കളിയുടെയും പേര് എഴുതണം. നമുക്കറിയാം അല്ലേ. ക്രിക്കറ്റാണ് ഒന്നാമത്തെ,
രണ്ടാമത്തെ ഫുട്ബോളാണ്. മൂന്നാമത്തെ ഹോക്കിയാണ്. നാലാമത്തെ നമ്മൾ ആങ്ക് മച്ചോലിയാണ്, കണ്ണ് പൊത്തി കളിയാണ് കേട്ടോ. ഓക്കെ, ഇനി ഓരോന്നിൻ്റെയും താഴെ നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ക്രിക്കറ്റ്, സെക്കൻഡ് ഫുട്ബോൾ, അടുത്തത് ഹോക്കി, അടുത്തത് ആങ്ക് മച്ചോലി. ഇനി അതിൽ തന്നെയുള്ള ബി ചോദ്യം നോക്കുക. പസന്ദീദ ഖേൽ കെ ബാരെ മേ ചാർ ജുംലെ ലിഖിയേ. പസന്ദീദ ഖേൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട കളി. പസന്ദീദ ഖേൽ കെ ബാരെ മേ ഇഷ്ടപ്പെട്ട കളിയെക്കുറിച്ച് ചാർ ജുംലെ ലിഖിയേ 4 സെൻറ്റൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ സെൻറ്റൻസ് കുറച്ചവിടെ കൊടുത്തിട്ടുണ്ട്. മേരാ പസന്ദീദ ഖേൽ, എനിക്കിഷ്ടപ്പെട്ട കളി. ഡേഷ് എ, നമുക്കിഷ്ടപ്പെട്ട കളി ഏതാണോ അതിൻ്റെ പേര് അവിടെ എഴുതാം. മേരാ പസന്ദീദ ഖേൽ ഫുട്ബോൾ ഹേ എഴുതാം. മേരാ പസന്ദീദ ഖേൽ ഫുട്ബോൾ ഹേ, എനിക്കിഷ്ടപ്പെട്ട കളി ഫുട്ബോൾ ആകുന്നു. ഫുട്ബോൾ ഗേന്ദ് സേ ഖേൽത്താ ഹേ, ഫുട്ബോൾ ഗേന്ദ് എന്ന് പറഞ്ഞാൽ ബോൾ കൊണ്ടാണ് കളിക്കുന്നത്. ഫുട്ബോൾ മൈദാൻ മേ ഖേൽത്താ ഹേ, ഫുട്ബോൾ മൈതാനത്തിലാണ് കളിക്കുന്നത്. ഫുട്ബോൾ മേ 2 ടീം ഹോത്തേ ഹേ, ഫുട്ബോളിൽ 2 ടീമുകൾ ഉണ്ടാകും. അപ്പോൾ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. സർഗർമി 3 പ്രവർത്തനം 3. അഞ്ജലിക്ക് അബ്ബാജാൻ, അഞ്ജലിയുടെ അബ്ബാജാൻ അച്ഛൻ ബാസാർ സെ അങ്ങാടിയിൽ നിന്നും ഏക് അനാർ കാ പൗധ ലായേ, ഒരു അനാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉർമാമ്പഴത്തിൻ്റെ പൗധ ചെടി ലായേ കൊണ്ടുവന്നു. അബ്ബാജാൻ കോ ദേഖ് കർ, അബ്ബാജാനെ കണ്ടപ്പോൾ അഞ്ജലി പൂച്ചിനെ ലഗി, അഞ്ജലി ചോദിച്ചു. അഞ്ജലി അബ്ബാജാൻ ആപ്കെ ഹാത്ത് മേ ക്യാ ഹേ, അബ്ബാജാൻ നിങ്ങളുടെ കയ്യിൽ എന്താണ് അല്ലേ. അപ്പോൾ നമ്മുടെ അബ്ബാജാൻ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അഞ്ജലിയും അബ്ബാജാനും തമ്മിലുള്ള ഗുഫ്തഗു എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗുഫ്തഗു പറഞ്ഞാൽ എന്താണ്, കോൺവെർസേഷന് അല്ലേ, സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. നിങ്ങൾ 5ാം ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഗുഫ്തഗുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകൾ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് നോക്കാം. അഞ്ജലി അബ്ബാജാൻ ആപ്കെ ഹാത്ത് മേ ക്യാ ഹേ, അബ്ബാജാൻ നിങ്ങളുടെ കയ്യിൽ എന്താണ്. അബ്ബാജാൻ ഏക് പൗധ ഹേ ബേട്ടി, ഇതൊരു പൗധ മീൻസ് പ്ലാന്റ്, ചെടി, ഇതൊരു ചെടിയാണ് മോളെ അല്ലേ. അപ്പോൾ അഞ്ജലി കിസ്ക പൗധ ഹേ, ഇത് കിസ്ക മീൻസ് എന്തിൻ്റെ, ഏതിൻ്റെ, ആരുടെ എന്നൊക്കെ അർത്ഥം വരും കേട്ടോ. അപ്പോൾ ഇവിടെ എന്തിൻ്റെ എന്നുള്ളതാണ്. അഞ്ജലി കിസ്ക പൗധ ഹേ, ഇത് എന്തിൻ്റെ ചെടിയാണ് അബ്ബാജാൻ ചോദിച്ചു. അപ്പോൾ അബ്ബാജാൻ അനാർക്ക, നമ്മൾ ചോദ്യത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ, അനാർക്ക പൗധ ലായേന്ന്. അപ്പോൾ അബ്ബാജാൻ എന്താണ് ഉത്തരം പറഞ്ഞത്, അനാർക്ക പൗധ ഹേ, ഇതൊരു അനാറിൻ്റെ ഉർമാമ്പഴത്തിൻ്റെ ചെടിയാണ്. അഞ്ജലി അനാർ ഏക്ക് ഫൽ ഏന അബ്ബാജാൻ അല്ലേ, അനാർ ഒരു പഴമല്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ അബ്ബാജാൻ ജി ബേട്ടി അനാർ ഏക്ക് ഫൽ ഹേ, ശരിയാണ് മോളെ, അനാർ ഒരു പഴമാണെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഈ ഫൽ എന്ന് നിങ്ങൾക്കറിയാം, അതുപോലെ കിസ്ക എന്ന് എഴുതാനറിയാം. അനാർക്ക പൗധ എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലുള്ള വാക്കുകളൊക്കെ വെച്ചിട്ട് തന്നെ നിങ്ങൾ ഗുഫ്തഗു കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. സർഗർമി 4 പ്രവർത്തകൻ 4. ഷാം കോ അഞ്ജലി ദർസി കിതാബ് കി കഹാനി പഠനെ ലഗി. ഷാം കോ വൈകുന്നേരമായപ്പോൾ അഞ്ജലി ദർസി കിതാബ് പറഞ്ഞാൽ പാഠപുസ്തകം, കി കഹാനി പറഞ്ഞ കഥ, പഠനെ ലഗി വായിക്കാൻ തുടങ്ങി. സോനിക്ക് ഗർമേ മേക്ക് ബക്കരി തീ, സോനിയുടെ വീട്ടിൽ ഒരു ബക്കരി പറഞ്ഞാൽ ആട്, തീ ഉണ്ടായിരുന്നു. ഉസ്ക നാം ചിന്നു തീ, അതിൻ്റെ പേരെന്തായിരുന്നു, ചിന്നു എന്നായിരുന്നു. കാലു ബില്ലി ഉസ്ക ദോസ്ത് തീ, കാലു ബില്ലി പറഞ്ഞാൽ എന്താണ്, പൂച്ച അല്ലേ. കാലു പൂച്ച അല്ലെങ്കിൽ കാലു ബില്ലി ഉസ്ക ദോസ്ത് തീ, അവരുടെ കൂട്ടുകാരനായിരുന്നു. ഒരു ദിവസം ദോനോം 2 പേരും ആം കെ പേട് കെ നീച്ചെ, ആം എന്ന് പറഞ്ഞാൽ എന്താണ്, മാങ്ങ അല്ലേ. ആം കെ പേട് എന്ന് പറഞ്ഞാൽ മാങ്ങമരം, അതായത് മാവ്. കെ നീച്ചെ അതിൻ്റെ താഴെ ഗേൽ രഹീത്തി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അചാനക് പെട്ടെന്ന് നന്ന കവ്വ ഒരു ചെറിയ കാക്കക്കുട്ടി
ഗോൺസ്ലേസെ, ഗോൺസ്ല എന്ന് പറഞ്ഞാൽ കിളിക്കൂട് അല്ലെങ്കിൽ കാക്കക്കൂട്, നീച്ചേ കിർപ്പട, താഴെ വീണു. ബച്ചാവോ ബച്ചാവോ, രക്ഷിക്കൂ രക്ഷിക്കൂ, ഓ റോനെ ലഗ, അവൻ കരയാൻ തുടങ്ങി. ചിന്നു ഓർ കാലു, ചിന്നുവും കാലുവും നന്നെ കവ്വേക്കോ, ചെറിയ ആ കാക്കക്കുട്ടിയെ ഉമ്മി കവ്വേക്കെ പാസ് ലേഖയെ, ഉമ്മി അതായത് അമ്മ കാക്കയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. നന്ന കവ്വ, ചെറിയ കാക്കക്കുട്ടി, ബഹുത്ത് ഖുഷ് ഹുവ, വളരെ സന്തോഷവാനായി. ബച്ചോ കഹാനി ഹോട്ട്സെ പഠിയേ, കുട്ടികളെ കഹാനി ശ്രദ്ധയോടെ വായിച്ച് ഓർ സവാലോം കെ ജവാബ് ലിഖിയേ, താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, സോനി കെ ഘർമേം ക്യാ തി, സോനിയുടെ വീട്ടിൽ എന്താണുണ്ടായിരുന്നത്? എന്താണുണ്ടായിരുന്നത്? സോനിക്ക് ഘർമേം ഏക് ബക്കരി തി, ഒരു ആടാണ് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ബക്കരി എന്ന് മാത്രമേ ഉത്തരം എഴുതുക, അല്ലെങ്കിൽ സോനിക്ക് ഘർമേം ക്യാ എന്നുള്ളിടത്ത് എന്ത് ചേർത്ത് കൊടുക്കാം? ബക്കരി എന്ന് ചേർത്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ ബക്കരി തി. രണ്ടാമത്തെ ചോദ്യം, ചിന്നു ക ദോസ്ത് കോൺ തി, ചിന്നുവിൻ്റെ കൂട്ടുകാരൻ ആരായിരുന്നു? ചിന്നു ക ദോസ്ത് കാലു ബില്ലി തി അല്ലേ, കാലു ബില്ലി ആയിരുന്നു. അടുത്ത ചോദ്യം സി, നന്ന കവ്വ കഹാംസെ നീച്ചെ കിർപ്പട, നന്ന കവ്വ ചെറിയ കാക്കക്കുട്ടി, കഹാംസെ എവിടെ നിന്നാണ്, നീച്ചെ കിർപ്പട താഴെ വീണത്? ആംകെ പേടിസെ അല്ലേ, മാവിൽ നിന്നും. നീച്ചെ കിർപ്പട, നന്ന കവ്വ കഹാം എന്നുള്ളിടത്ത് എന്ത് ചേർത്ത് കൊടുക്കുക? ആംകെ പേടിസെ നീച്ചെ കിർപ്പട. ഓക്കെ, അടുത്ത ഡി ക്വസ്റ്റ്യൻ എന്താണ്? നന്ന കവ്വ ക്യോം ഖുഷ് ഹുവ, നന്ന കവ്വ ക്യോം, ക്യോം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, ഖുഷ് ഹുവ സന്തോഷവാനായത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഉത്തരം ആ സ്റ്റോറിയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ചിന്നു ഓർ കാലു നന്നെ കവ്വാക്കോ ഉസ്കെ അമ്മി കവ്വാക്കെ പാസ് ലേഗയെ, അമ്മ കാക്കയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അമ്മി കവ്വാക്കോ ദേഖിക്കർ നന്ന കവ്വ ബഹുത് ഖുഷ് ഹുവ അല്ലേ, അമ്മക്കിളിയെ കണ്ടപ്പോൾ നമ്മുടെ ചെറിയ കാക്കക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. ഇവിടെ അമ്മി എന്നുള്ളിടത്തും അതുപോലെ കവ്വ എന്നുള്ളിടത്തൊക്കെ ശ്രദ്ധ വരുന്നുണ്ട്. അപ്പോൾ സർഗർമി 5 അഞ്ചാമത്തെ പ്രവർത്തനം, ബച്ചോ അഞ്ജലിക്ക് ദർസി കിതാബ് ദേക്കിയേ, കുട്ടികളെ അഞ്ജലിയുടെ ദർസി കിതാബ് ദേക്കിയേ, അവരുടെ പാഠപുസ്തകം നോക്കൂ. ഇസ്മേ കൈ തസ്വീറേം ഹേ, ഇതിൽ ഒരുപാട് പിക്ചറുകൾ കൊടുത്തിട്ടുണ്ട്. ഏ കൗമി ലീഡറോം കി തസ്വീർ പഹചാനിയെ ഓർ മുനാസിബ് നാം ലിഖിയേ, താഴെ കൊടുത്തിരിക്കുന്ന കൗമി ലീഡറോം ദേശീയ നേതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നേതാക്കളുടെ തസ്വീർ പഹചാനിയെ ചിത്രം കണ്ട് മനസ്സിലാക്കുക. ഓർ മുനാസിബ് നാം ലിഖിയേ, എന്നിട്ട് അതിൻ്റെ താഴെ അവരുടെ പേര്. ഒന്നാമത്തെ കൊടുത്തിട്ടുണ്ട് അല്ലേ, എന്താണ്? ഗാന്ധിജി. രണ്ടാമത്തെ ആരാണ്? നെഹ്റു. മൂന്നാമത്തോ ആസാദ് അല്ലേ. ഇത് നമ്മളെ പാഠപുസ്തകത്തിൽ ഇതുപോലെ ഉള്ളതാണ് അല്ലേ, നമ്മളെ പുസ്തകത്തിലുള്ളതാണ്. അപ്പോൾ ഇനി ബി ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്, പസന്ദീദ കൗമി ലീഡറോം കെ ബാരേമി ജുംല ലിഖിയേ, ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലീഡറെ കുറിച്ച് ഒരു 3-4 സെൻറ്റൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗാന്ധിജിയെക്കുറിച്ച് തന്നെ എഴുതാം അല്ലേ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ നമുക്ക് എഴുതാനുണ്ടായിരുന്നു. അതേ സെൻറ്റൻസുകൾ നമുക്കിങ്ങോട്ട് ഓർമ്മിച്ച് എഴുതിയാൽ മതി കേട്ടോ. ഒന്നാമത് എന്ത് എഴുതാം? യഹ് ഗാന്ധിജി ഹേ, ഇത് ഗാന്ധിജി ആകുന്നു. രണ്ടാമത്തെ സെൻറ്റൻസ്, ഗാന്ധിജി കാ പൂരാ നാം, ഗാന്ധിജിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഹേ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാകുന്നു. ഗാന്ധിജി ഹമാരെ ബാബായെ കൗം കഹാ ജാതാ ഹേ, അല്ലെങ്കിൽ ഗാന്ധിജി ഹമാരെ ബാബായെ കൗം ഹേ, ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാകുന്നു. ഗാന്ധിജി ഏക് കൗമി ലീഡർ ഹേ, ഗാന്ധിജി ഒരു ദേശീയ നേതാവായിരുന്നു അല്ലേ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേ സെൻറ്റൻസുകളുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായി വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. സർഗർമി 6 അല്ലേ, പ്രവർത്തനം 6, അഞ്ജലി ദർസി കിതാബ് കാ ഏക് ഗീത് ഗാനെ ലഗി, അഞ്ജലി പാഠപുസ്തകത്തിൽ ഒരു പാട്ട് പാടാൻ തുടങ്ങി. മേരെ അബ്ബ ആയേ ഹേ, എൻ്റെ അബ്ബ വന്നു. ദോ ഗുഡിയ വഹ് ലായേ ഹേ, 2 ഗുഡിയ എന്നാൽ എന്താണ്? പാവക്കുട്ടി അല്ലേ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണവും സാധനവും ശ്രദ്ധിക്കണം കേട്ടോ. ദോ ഗുഡിയ ലായേ ഹേ,
2 ഗുഡിയ കൊണ്ടുവന്നു. ഗുഡിയ എന്ന് പറഞ്ഞാൽ ഡോള്, പാവക്കുട്ടി. മേരി ഉമ്മി ആയി ഹേ, എൻ്റെ ഉമ്മ വന്നു. 3 ആം വഹ്ലായി ഹേ, എത്രണ്ണം കൊണ്ടുവന്നു? 3. എന്താ കൊണ്ടുവന്നത്? മാങ്ങ അല്ലേ, 3 മാങ്ങ കൊണ്ടുവന്നു. മേരെ ബയ്യ ആയേ ഹേ, എൻ്റെ കാക്ക വന്നു അല്ലെങ്കിൽ ഇക്കാക്ക വന്നു. 4 ഗേന്ദ് ലായേ ഹേ, 4 അല്ലേ 4 ഗേന്ദ്. ഗേന്ദ് പറഞ്ഞാൽ എന്താണ്? പന്ത്. വഹ്ലായേ ഹേ കൊണ്ടുവന്നു. മേരി ബഹന ആയി ഹേ, എൻ്റെ പെങ്ങൾ, എൻ്റെ സിസ്റ്റർ അല്ലെങ്കിൽ ദീദി, എൻ്റെ ചേച്ചി ആയി ഹേ വന്നു. 5 ഗുബ്ബാരെ ലായേ ഹേ, ഗുബ്ബാര എന്ന് പറഞ്ഞാൽ ബലൂണ് കേട്ടോ. 5 ഗുബ്ബാര കൊണ്ടുവന്നു. ദാദാ മേരെ ആയേ ഹേ, ദാദാ എന്ന് പറഞ്ഞാൽ മുത്തച്ഛൻ അല്ലേ, അച്ചച്ചൻ. മേരെ ദാദാ ആയേ ഹേ, എൻ്റെ മുത്തച്ഛൻ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ വന്നു. 7 കലം ഓലായേ ഹേ, എത്ര എണ്ണമാണ്? 7, 7 അല്ലേ. 7 കലം. കലം എന്ന് പറഞ്ഞാൽ എന്താണ്? പേന. 7 പേന കൊണ്ടുവന്നു. ദാദി മേരി ആയി ഹേ അല്ലെ, മുത്തശ്ശി അല്ലെങ്കിൽ അച്ചമ്മ, ഗ്രാൻഡ് മദർ മേരി ആയി ഹേ വന്നു. 8 മിഠായിയാം ലായി ഹേ, എത്ര എണ്ണം? 8. 8 എന്ന് പറഞ്ഞാൽ 8. മിഠായിയാം ലായി ഹേ, 8 മിഠായികൾ കൊണ്ടുവന്നു. അപ്പോൾ ഇതാണ് ചെറിയൊരു പാട്ട് അല്ലേ. ഇതിലെന്തുണ്ട്? ഓരോരോ നമ്മളെ ഫാമിലി മെമ്പേഴ്സിൻ്റെ പേരുകളുണ്ട്. അബ്ബ, അമ്മി, ഭയ്യ, ബഹന, ദാദാ, ദാദി എന്നൊക്കെ ഉണ്ട് അല്ലേ. അതുകൂടാതെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. 2, 3, 4, 5, 7, 8. അതുപോലെ അതുകൂടാതെ കുറച്ച് സാധനങ്ങളുടെ പേരുണ്ട്. ഗുഡിയ പാവക്കുട്ടി, ആം മാങ്ങ, ഗേന്ദ് പന്ത്, ഗുബ്ബാരെ ബലൂൺ, കലം പേന, മിഠായിയ മിഠായി. അപ്പോൾ ഇനി എന്താ പറഞ്ഞിട്ടുണ്ട്? ബച്ചോ ഗീത് ഹോർസെ പഠിയേ അല്ലെ, പാട്ട് ശ്രദ്ധയോടെ വായിച്ച്. ഓർ നീച്ചേക്ക് തസ്വീറേ ദേക്കർ ജുംലെ ബനായിയെ, താഴെ കൊടുത്ത ചിത്രങ്ങൾ നോക്കിയിട്ട് ജുംല ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ജുംല എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ആരാണ് കാണുന്നത്? ദാദിനെയാണ് അല്ലേ. ദാദീൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ദാദി എന്താ കൊണ്ടുവന്നിരുന്നത്? മിഠായിയാമാണ് അല്ലേ. അപ്പോൾ മിഠായിയാം കയ്യിലുണ്ട്. എത്രണ്ണം കൊണ്ടുവന്നത്? എത്ര മിഠായിയാണ്? 8 മിഠായിയാം. അപ്പോൾ അവിടെ സെൻറ്റൻസ് ആക്കി എഴുതി, ദാദി 8 മിഠായിയാം ലായി ഹേ, ദാദി 8 മിഠായിയാം, 8 മിഠായികൾ കൊണ്ടുവന്നു. ഈ ലാസ്റ്റ് ദാദി എന്ന് ചേർത്തെടുത്തിട്ട് പിന്നെ ആ ലാസ്റ്റ് വരി അങ്ങോട്ട് എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതണ്ടി? ഇവിടെ ആരാണത്? ബഹനയാണ് അല്ലേ, ചേച്ചിയാണ്. ബഹന എന്താ കൊണ്ടുവന്നത്? ഗുബ്ബാര. എത്ര ഗുബ്ബാര? 5. അപ്പോൾ ബഹന 5 ഗുബ്ബാരെ ലായി ഹേ, 5 ബലൂണുകളാണ് കൊണ്ടുവന്നത്. ഇനി അടുത്തത് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് ആരാ നോക്കൂ ചിത്രത്തിലെ? അബ്ബയാണ് അല്ലേ. അബ്ബൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ഗുഡിയ. എത്ര എണ്ണം? 2 എണ്ണം. അപ്പോൾ അബ്ബ 2 ഗുഡിയ ലായേ ഹേ. അപ്പോൾ ഇനി അടുത്തത് ആരാ ചിത്രത്തിലുള്ളത്? ബയ്യാണ് അല്ലേ. ബയ്യ എന്താ കൊണ്ടുവന്നത്? 4 ഗേന്ദ്, 4 ഗേന്ദാണ് കൊണ്ടുവന്നത്. ഭയ്യ 4 ഗേന്ദ് ലായേ ഹേ. ഓക്കെ, അടുത്തത് ആരാണ്? ദാദയാണ് അല്ലേ. അപ്പോൾ ദാദാൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? കലമാണ്, പേനകളാണ് അല്ലേ. എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. അപ്പോൾ ദാദാ 7 കലം ലായേ ഹേ. അപ്പോൾ അടുത്തത് അമ്മിയാണ്. അമ്മീൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ആമാണ്. എത്ര എണ്ണം? 3. അപ്പോൾ അമ്മി 3 ആം ലായി ഹേ. നമുക്ക് എല്ലാതൊന്ന് വായിച്ച് നോക്കാം. അബ്ബ 2 ഗുഡിയ ലായേ ഹേ, ഭയ്യ 4 ഗേന്ദ് ലായേ ഹേ, ദാദാ 7 കലം ലായേ ഹേ, അമ്മി 3 ആം ലായി ഹേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് കണ്ട് മനസ്സിലാക്കുക. കൂടാതെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ.